വളാഞ്ചേരി പട്ടാമ്പി റോഡിൽ കാർത്തിക തിയേറ്ററിന് ചേരത്തായിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഫ്രൈലെക്സ് ബ്രോസ്റ്റർ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഷോപ്പ് വളാഞ്ചേരി വന്നിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങളിലേക്ക് മുന്നേ എത്തേണ്ടതായിരുന്നു. എടുത്ത വീഡിയോ കംപ്ലീറ്റ് ആവാത്തത് കൊണ്ട് വീണ്ടും ഒന്നുകൂടെ ഇവിടെ വരേണ്ടി വന്നു, ഒന്നുകൂടെ വീഡിയോ ചെയ്യേണ്ടി വന്നു. മെനുവിലുള്ള ഐറ്റംസ് ചിലതില്ല, ഇല്ലാത്ത ചില ഐറ്റംസ് അവിടെ അവൈലബിൾ ആണ്. ഇതെല്ലാം നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ ആദ്യം ഓർഡർ ചെയ്ത് താഴെ ഇരിക്കാൻ ചെറിയൊരു ഏരിയയാണ്, കുറച്ച് കൺജസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ മുകളിൽ നല്ലൊരു സ്ഥലം, ഒഴിഞ്ഞ സ്ഥലം ഉണ്ടായതുകൊണ്ട് നമ്മൾ നേരെ കോണി മേലേക്ക് കയറി. മുന്നേ ഷോർട്ടിൽ പറഞ്ഞതുപോലെ നല്ല മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാം. പക്ഷെ ഒരാളോ രണ്ടാളോ ഒക്കെ ആണെങ്കിലേ അതങ്ങനെ പറ്റുള്ളൂ. രണ്ടിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ടേബിൾ മാറിയിട്ട് ഇപ്പുറത്തിരുന്ന് കഴിക്കുന്നതാവും ബെറ്റർ. മുകളിൽ ഏകദേശം ഒരു 10-15 പേരോളം ഇരിക്കാനുള്ള സംവിധാനം ഉണ്ട്. ഒരു മെനു എന്ന് പറയുമ്പോൾ ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല, വളരെ കുറഞ്ഞ ഐറ്റംസ് ഉള്ളൂ. ഏതായാലും നമ്മൾ ഫുഡ് എത്തി. ഇവിടെ മെയിനായിട്ട് കഴിക്കാനുള്ളത് ബ്രോസ്റ്റാണ്. ബ്രോസ്റ്റ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. നോർമൽ ബ്രോസ്റ്റും ഉണ്ട്, അതിൽ തന്നെ സ്പൈസി ആയിട്ട് വരുന്നതും വേറെ ആയിട്ടുണ്ട്. ബ്രോസ്റ്റിൻ്റെ കൂടെ നമ്മൾ ഓർഡർ ചെയ്തത് ഒന്ന് ചിക്കൻ നഗറ്റ്സും മറ്റൊന്ന് ചിക്കൻ പോപ്കോൺസാണ്. അതുകൂടാതെ ഒരു മൊജീറ്റോയും ഓർഡർ ചെയ്തിരുന്നു. ഇതിൻ്റെ കൂടെ 6 കുബൂസും കെച്ചപ്പ് ഒഴികെ 2 ഡിപ്പുമാണ് കിട്ടിയത്. ചിക്കൻ നഗറ്റ്സിൻ്റെ സൈസ് വരുന്നത് മീഡിയമാണ്. ഏകദേശം 10 പീസ് അതിലുണ്ടായിരുന്നു, കൂടെ കുറച്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു. ചിക്കൻ പോപ്കോണിൻ്റെ സൈസ് സ്മോളാണ്, അതിൽ 15 പീസ് ഉണ്ടായിരുന്നു. പിന്നെ ബ്രോസ്റ്റാണ്, നമ്മൾ 4 പീസായിട്ടുള്ള കോംബോ ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. ഏതായാലും ഫുഡിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഫ്രൈസ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എല്ലാവരും പറയുന്നത് പോലെ ഒരു മസ്റ്റ് ഫ്രൈ ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ടെക്സ്ചർ കറക്റ്റ് ആണെന്ന്. നമ്മൾ ആ റൂട്ടല്ലാത്തതുകൊണ്ട് തന്നെ ഇറ്റ്സ് ജസ്റ്റ് ഫ്രൈസ്. നമുക്ക് അവിടുന്ന് കിട്ടിയത് 2 ഡിപ്പാണ്. പക്ഷേ കിട്ടിയ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾ 3ാമത് ഡിപ്പ് കൂടി അവിടുന്ന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് പിന്നെ ഒരു പരീക്ഷണമൊന്നുമല്ല, നമ്മൾ മുന്നേ ട്രൈ ചെയ്തു പരീക്ഷിച്ച് വിജയിച്ച ടേസ്റ്റുള്ള ഒരു ഡിപ്പ് കൂടെയാണ്. കിട്ടുന്ന നല്ല തിക്കായിട്ടുള്ള മയോണൈസിൽ വെള്ളം കൂട്ടാത്ത കെച്ചപ്പ് മിക്സ് ചെയ്യുക. ഇതിൻ്റെ ടേസ്റ്റ് ക്രീമി സ്വീറ്റ്നെസ് ആണ്. ഇങ്ങനെ നെഗറ്റ്സ് ഒന്ന് ടേസ്റ്റ് ചെയ്തു. ഏകദേശം 10 പീസാണ് നെഗറ്റ്സിൽ ഉണ്ടായിരുന്നത്. 160 പ്രൈസ് വരുന്നത്. സാധനം ടേസ്റ്റ് ഉണ്ടായിരുന്നു, കഴിക്കാൻ നല്ലതായിരുന്നു. ശേഷം അവിടുത്തെ മാസ്റ്റർ പീസ് ഐറ്റം ബ്രോസ്റ്റ് ടേസ്റ്റ് ചെയ്തു. 4 പീസായിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. 4 പീസിന് വന്ന ചാർജ് 290 രൂപയാണ്. ബ്രോസ്റ്റ് കഴിക്കാനായിട്ട് അതിൻ്റെ കൂടെ കെച്ചപ്പ്, മയോണൈസ്, ഒരു ഗ്രീൻ ചട്നി, അതോടൊപ്പം കുബൂസും അവർ സെർവ് ചെയ്തിരുന്നു. ഓവറോൾ ബ്രോസ്റ്റ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു, ട്രൈ ചെയ്യാവുന്ന ഒരു ഐറ്റമാണ്. പിന്നെ ടേസ്റ്റ് ചെയ്തത് ചിക്കൻ പോപ്കോൺസ് ആണ്. അത് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായില്ല. ഇതിൽ വരുന്നത് 15 പീസാണ്. 15 പീസിന് വരുന്ന റേറ്റ് 130. ഭക്ഷണം വേസ്റ്റ് ആക്കുന്നതിനോട് നമ്മൾ യോജിപ്പില്ലാത്തത് കൊണ്ട് തന്നെ ഒന്നും വേസ്റ്റ് ആയിട്ടൊന്നുമില്ല. ശേഷം നമ്മളൊരു 7 വെള്ളം ഓർഡർ ചെയ്തിരുന്നു. മൊജീറ്റോൻ്റെ പ്രൈസ് വന്നത് 80 രൂപയാണ്. സാധാരണ 80 രൂപയ്ക്ക് ഒരു മൊജീറ്റോ വാങ്ങുമ്പോൾ അതിൻ്റെ ഗ്ലാസിൻ്റെ സൈസ് 400 ml കൂടുതൽ ഉണ്ടാവാറുണ്ട്. ഇവിടെ 300 തന്നെ തികയാത്തൊരു ഗ്ലാസ്സിൽ 80 രൂപ കുറച്ച് ഓവറാണെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. ഏതായാലും ഫുഡൊക്കെ കഴിച്ചു, റാത്തായി. നമ്മൾ നേരെ ബില്ല് ചെയ്തു. ടോട്ടൽ വന്ന എമൗണ്ട് 700 രൂപയാണ്. എങ്ങനെയായാലും കൂടുതൽ വൈകാതെ പുതിയൊരു സ്പോട്ടായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.